എനിക്കും എന്റെ വേണുവേട്ടനും കൂടെ പിറപ്പിനെ പോലെയായിരുന്നു വർമ്മ സാറ്. എന്റെ മക്കൾക്ക് സാറ് ദൈവവും. എന്നിട്ട് സാർ എന്റെ മോനെ നാണം കെടുത്തുന്നത് കണ്ടിട്ട് കണ്ണടയ്ക്കുന്ന എന്തിനാ? എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്താലും എത്രയൊക്കെ സ്നേഹിച്ചാലും ചില മനുഷ്യർ അവരുടെ തനി സ്വഭാവമേ കാണിക്കൂ. എന്റെ മോനെ തല്ലുന്നത് കണ്ടിട്ടാ ഞാൻ ഇവളുടെ കൈ കയറി പിടിച്ച്. ഇവിടെ ഈ അംബിക ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നോടും എന്റെ കുടുംബത്തോടുള്ള അവഗണന. എന്റെ ചേച്ചിയെ കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട. എനിക്കറിയാം എന്റെ ചേച്ചിയെ. നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല സാറേ നിങ്ങളുടെ പെങ്ങളെ പറ്റി. ഇവളുടെ ശരിയായ മുഖം ഇന്ന് അവരെ കണ്ടിട്ടില്ലാത്ത ഒരേ ഒരു വ്യക്തി സാറ് മാത്ര. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുക ഇവള്. നിർത്തണോ? പറയട്ടെ, അണ്ണാക്കിലിട്ട് കോലിട്ട് കുത്തിയ പറയാതിരിക്കാൻ പറ്റുമോ? സാറിന്റെയും ശേഖരൻ സാറിന്റെയും ചേച്ചി എന്ന പരിഗണന വെച്ചാ പലരും ഇവരെ കൊല്ലാതെ വിടുന്നത്. ഇനി ഞങ്ങളോട് കളിച്ചാ നീ വിവരം അറിയും. താനാരോട് ഇങ്ങനെ വെല്ലുവിളിക്കാൻ പറയണോ? നിന്റെ അപ്പൻ അറിയില്ലടാ നിനക്ക്? ഇവര് തല്ലിക്കൊല്ലുകയോ ജീവനോടെ കുഴിച്ചു മൂടുകയോ ചെയ്താ നിന്റെ അപ്പൻ മനസ്സിലായില്ലടാ? സംസാരം നിർത്ത്. എന്തായാലും തുടങ്ങി പോയില്ലേ സാറേ? പകുതി വെച്ച് നിർത്തുന്നത് എന്തായാലും ശരിയല്ല. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും സാറ് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഈ പെണ്ണ് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു രാജുവും ഇവളും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. ഒരു പെണ്ണ് പരസ്യമായി വന്നെന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോ അരിയാഹാരം കഴിക്കുന്ന ആർക്ക് മനസ്സിലാവും അതിലെന്തോ ചതിയിട്ടത്? എന്റെ മകൻ രാജുവിനെ കുറിച്ച് എന്നെക്കാളേറെ സാറിന് നന്നായിട്ടറിയാം. ഇവൻ അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനല്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവളുടെ ആഗ്രഹങ്ങൾക്ക് രാജു അനുകൂലമായി നിന്നിരുന്നെങ്കിൽ ഇവൾ ഈ അപവാദം പറയില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത് ഇത് അമ്മയും മകനും മരുമോളും കൂടി പ്ലാൻ ചെയ്ത ചതിയാണെന്ന്. മര്യാദയോട് പറയുന്നോടോ? പറയട്ടെ, പണ്ടൊരു കളങ്കവും ഇല്ലാത്ത പത്മാവതി മേഡത്തെ പുറത്താക്കാൻ നിങ്ങളൊരിക്കൽ ചതിയില്ലേ ആ ജഗന്നാഥനെ ചേർത്ത്? അതിന്റെ മറ്റൊരു ആവർത്തന ഈ പെണ്ണും ഇവനും കൂടി ഇവിടെ അഭിനയിച്ച് ഫലിപ്പിച്ചത്. അത് രാജുവിനെയും മോളെയും തമ്മിൽ അകറ്റാൻ. പത്മാവതി മാഡത്തിന്റെ കാര്യത്തില് നിങ്ങൾക്ക് വർമ്മ സാറിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയായിരിക്കും. പക്ഷെ ഈ കാര്യത്തില് എന്റെ വ്യക്തിപരമായ കാര്യത്തിലും എന്റെ കുടുംബ കാര്യത്തിലും ഇടപെടാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളേ? എന്റെ മോനെ ഈ അനാവശ്യം പറഞ്ഞതിനാ ഞാൻ പ്രതികരിച്ചത്. എന്റെ മോന്റെ നേരെ വന്നാ ഞാൻ കയ്യും കെട്ടി നിൽക്കില്ല. സാറേ, നമ്മള് പണ്ട് സഹോദരങ്ങളെ പോലെ ജീവിച്ചവരാ. ഇപ്പൊ ഇവരായിട്ട് ഈ ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തിയിരിക്കുക. സാറിന്റെ വളർച്ച കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവനാ ഈ വേണുവും അവന്റെ പാവപ്പെട്ട കുടുംബവും. സാറ് ബിസിനസ്സുകാരനും കാശുകാരനും ആയിപ്പോ സാറിന്റെ കൺവെട്ടത്തിന് തന്നെ ഒഴിഞ്ഞു മാറി ജീവിച്ചവരാ ഞങ്ങള്. സാറായിട്ട് തന്നെയാ പിന്നെ രാജുവിനെ കണ്ടെത്തിയത്. കണ്ടെത്തിയതിനും സ്നേഹിച്ചതിനൊക്കെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ശരിക്കും സന്തോഷമല്ലേ കിട്ടിയേ? ഞങ്ങൾ എന്ത് ദോഷം ചെയ്തു എന്നാ സാറ് പറയുന്നത്?
എനിക്കും എന്റെ വേണുവേട്ടിനും കൂടെപ്പിറപ്പിനെ പോലെയായിരുന്നു വർമ്മ സാറ്. എന്റെ മക്കൾക്ക് സാറ് ദൈവവും. എന്നിട്ട് സാർ എന്റെ മോനെ നാണം കെടുത്തുന്നത് കണ്ടിട്ട് കണ്ണടയ്ക്കുന്ന എന്തിനാ? എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്താലും എത്രയൊക്കെ സ്നേഹിച്ചാലും ചില മനുഷ്യർ അവരുടെ തനി സ്വഭാവമേ കാണിക്കൂ. സാറ് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഞങ്ങള് പാവപ്പെട്ടവരും നിങ്ങൾ പണക്കാരുമാണെന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? നായ നടുകടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂന്ന പ്രതാപം പറഞ്ഞതിന്റെ അർത്ഥം. അട്ടയെ പിടിച്ചേ മെത്തേ കിടത്തിയാലേ കിടക്കില്ലാന്ന്. ചേച്ചി പറഞ്ഞത് തെറ്റാണ്. ഞാൻ അങ്ങനെ മനുഷ്യരെ കാണാറില്ല. ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചാ ഞാൻ മനുഷ്യരെ വിലയിരുത്തുന്നത്. സംസ്കാരം ഇല്ലാത്തവരോട് ഞാൻ സംസാരിക്കാറേയില്ല. അങ്ങനെയാണെങ്കിൽ സാർ ആദ്യം പുറത്താക്കേണ്ട സാറിന്റെ ഈ പെങ്ങളെ തന്നെയാ. ഇവർക്കാണ് സംസ്കാരം തൊട്ട് തീണ്ടാത്തത്. ഈ സ്ത്രീയെ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ട് തളയ്ക്കണം. ഇവർക്ക് വട്ട. ഞങ്ങള് പാവങ്ങളാണെങ്കിലും അന്തസ്സോടെയാ ജീവിക്കുന്നെ. ഈ ചടങ്ങിന് പങ്കെടുക്കാൻ വന്നപ്പോ കുറച്ച് മധുര പലഹാരങ്ങൾ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. ഈ വൃത്തികെട്ട സ്ത്രീയും ഇവരുടെ ഈ പുന്നാര മരുമകളും കൂടി ചെയ്തത് എന്താണെന്ന് അറിയോ? ആ പലഹാരങ്ങളെല്ലാം കൊണ്ടുചെന്ന് വേസ്റ്റിൽ തട്ടി. ഇവരതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. രാജു സാറിന്റെ മാനസപുത്രനാണെന്നാണല്ലോ സാർ എല്ലാവരോടും പറയുന്നേ. എന്നിട്ട് അവന്റെ കുടുംബത്തെ ഇങ്ങനെ ഒന്നടക്കം അപമാനിച്ചതിന് സാറിനൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാൻ? നിങ്ങളുടെയൊക്കെ ഉപദേഷ്ടാവ് പത്മാവതി തമ്പുരാട്ടിയല്ലേ? പോയി ചോദിക്കൂ. ഇവര് ഈ പലഹാരം എറിഞ്ഞപ്പോ ഇവരെ ഞാൻ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങിയതാ. പിന്നെ എന്റെ അമ്മ എന്നെ തടഞ്ഞതുകൊണ്ടാ. അല്ലെങ്കിൽ എന്റെ കൈ നാറുമെങ്കിലും ഇവരുടെ പല്ലടിച്ച് ഞാൻ തെറിപ്പിച്ചേനെ. എടി എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഭരിക്കുന്നോടി. നിങ്ങളുടെ വീടോ? നിങ്ങളുടെ ഏത് വീട്? എടി ചേച്ചി വേണ്ട, മതി. ഇവരോടൊന്നും സംസാരിക്കാൻ കൊള്ളില്ല. ഇവരോട് കൈ കൊണ്ട് സംസാരിക്കാലോ. ഡാ അഴിഞ്ഞാടി നടക്കുന്ന നിന്റെ പെങ്ങളെ വിളിച്ചോട് പോ. ദേ, എന്റെ ചേച്ചിയെ കുറിച്ച് അപവാദം പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യോടാ? ഒന്നുകൂടി പറഞ്ഞു നോക്ക്, അപ്പൊ അറിയാം. മാറി നിൽക്കണ അങ്ങോട്ട്. രാജു, ചേച്ചിയുടെ മുമ്പിൽ നിന്ന് മാറിക്കടാ. സാർ ഇവരോട് മിണ്ടാതിരിക്കാൻ പറയും.